ഇപ്പോൾ 2.5 ലക്ഷത്തിന് താഴെ വാല്യൂ ഫോർ മണി എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനെ കുറിച്ചുള്ള ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ്. ഏകദേശം 2016 കൂടിയിട്ടാണ് ഈ ഒരു ബൈക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഫ്യൂൽ ഇഞ്ചക്ഷൻ കൊണ്ടുവന്നു, ഡ്യുവൽ ചാനൽ ABS കൊണ്ടുവന്നു. അന്ന് മുതൽക്ക് തന്നെ ഈ ഒരു ബൈക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. 2016 എൻ്റെ കയ്യിൽ കാർബറേറ്ററിൻ്റെ ഒരു വേരിയൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബൈക്ക് ഒരുപാട് ഞാൻ സിറ്റിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ലോങ് റൈഡ് കൊണ്ടുപോയിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ചൊക്കെ ഓഫ് റോഡും കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 2018 മോഡൽ ഹിമാലയനാണ്. അതായത് ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടി വരുന്ന മോഡലാണ്. പക്ഷേ ഇതിന് ഡ്യുവൽ ചാനൽ ABSും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഏകദേശം ഒരു 12,000 കിലോമീറ്ററോളം ഈ ഒരു ബൈക്ക് ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വിൻസ്ക്രീനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചേക്കാണ്. അതായത് ഫ്രണ്ടിൽ കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തായാലും പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതാണ്. അതായത് ലോങ് റൈഡൊക്കെ ഒരുപാട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു ബൈക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 2 മുതൽ 2.5 ലക്ഷം വരെയാണ്. അപ്പോൾ അതിൽ പറ്റിയ നല്ലൊരു വണ്ടി സജസ്റ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഞാൻ പറയണ 3 ബൈക്കുകളാണ്: ഡൊമിനാർ, ഹിമാലയൻ, മോജോൻ്റെ സർവീസ് സെൻട്രോളും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പോൾ ഒരു ലോങ് റൈഡ് പോകുന്ന സമയത്ത് നമുക്ക് സർവീസും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോജോനെ 3ാമത്തെ ഇതിലേക്ക് ഇട്ടത്. ഇപ്പോൾ നിലവിൽ ഞാൻ ഡൊമിനാറിനായാലും 1ാം സ്ഥാനത്തേക്ക് ഇടാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഡൊമിനാറിൻ്റെ ഫീച്ചേഴ്സും അതേപോലെ തന്നെ സർവീസ് കോസ്റ്റിൻ്റെ കുറവും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം കട്ടയ്ക്ക് ഓഫ് റോഡ് പോകാനും അത്യാവശ്യം നല്ലപോലെ തന്നെ റൈഡിങ്ങിന് പോകാനും പറ്റിയൊരു വണ്ടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരവുള്ളൂ: നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബൈക്ക്. മെയിനായിട്ട് ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിനിൽ പവറിനേക്കാളും കൂടുതലായിട്ട് ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പോലെ ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. പത്തരത്തിൽ ഓഫ് റോഡൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല പോലെ തന്നെ ടോർക്ക് ഈ ഒരു വണ്ടിയുടെ എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യണതുകൊണ്ട് ഒരു ഫസ്റ്റ് ഗിയറിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് ഗിയറിലും വലിയ തരത്തിൽ ക്ലച്ച് പിടിച്ച് ആക്സിലേറ്റർ കൊടുത്ത് റേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു ഭാരം കെട്ടി വെച്ചിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുക. നല്ലൊരു കയറ്റാണെന്ന് വണ്ടി സിമ്പിളായിട്ട് കയറി പോകും. ഇപ്പോൾ സിറ്റിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യം ഫീൽ ചെയ്യൂട്ടോ. അതായത് നല്ല പോലെ തന്നെ നിങ്ങളുടെ ബൈക്കിൽ ലഗേജ് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിലും വലിയ തരത്തിൽ നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഒരു കുറഞ്ഞ സ്പീഡിലും ടോപ്പ് ഗിയറിലും ഈ ഒരു ബൈക്കും ഓടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ടോപ്പ് ഗിയറിൽ ഒരു 40-35 സ്പീഡിലാണ്. അപ്പോൾ ഈ ഒരു ബൈക്കിന് ഒരു കാരണവശാലും സ്പോർട്സ് ബൈക്കുകളുടെ എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ഇത് അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല വശങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ട്രാഫിക്കിൽ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ 400cc എന്ന് പറയുമ്പോൾ അത്ര മാരകമായിട്ടുള്ള പവറാണെന്നൊന്നും വിചാരിക്കരുത്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 118-120 ഒക്കെ വരെ ഈ ഒരു ബൈക്കിൽ ടോപ്പ് എൻഡ് കൊടുത്തിട്ടുണ്ട്. ഒരു 24 bhp പവറും വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ മാരകമായിട്ടുള്ള പവറല്ല. എന്ന് വെച്ചാലും ഈ ഒരു ബൈക്കിൻ്റെ ഒരു സ്വഭാവം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള പവറും ടോർക്കും ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈക്ക് കാണുന്ന സമയത്ത് ഭയങ്കര ഭീകരമായിട്ട് തോന്നെങ്കിലും സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതായത് 800 mm മാത്രമാണ് ഈ ഒരു ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. എന്നെപ്പോലെ ഒരു 5.5 അടുത്ത ഹൈറ്റ് ഉള്ളവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ബൈക്കിൽ 2 കാല് മുട്ടി നിൽക്കാൻ പറ്റും. സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് സീറ്റിനെ കുറിച്ചും കൂടെ പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് 2.5 ലക്ഷം രൂപയുടെ താഴെ ഇത്രയും റൈഡിങ് കംഫർട്ട് കാരണം ഒരു സീറ്റ് വേറൊരു ഒറ്റ ബൈക്കിനില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ് ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറയുന്നത്. നമുക്ക് എത്ര ലോങ് പോകാച്ചാലും എയർ ബാഗിൻ്റെയോ ജെൽ ബാഗിൻ്റെയോ ആവശ്യം ഈ ഒരു ബൈക്കിൽ വരില്ല. ഇപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സൈസ് കൂടിയ ആൾക്കാർക്കും നല്ല പോലെ തന്നെ സ്പേസ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സീറ്റും പക്ക സോഫ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു വലിപ്പം നോക്കണ്ട, പക്ഷെ പക്ക കംഫർട്ടാണ്. നമുക്ക് ഇനി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാബ് റെയിലോട് കൂടിയിട്ടുള്ള കാരിയറാണ് ഈ ഒരു ബൈക്കിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം ലഗേജൊക്കെ ഇതിൽ കയറ്റി വയ്ക്കാം. അപ്പോൾ പരമാവധി നിങ്ങൾ ഈ ഒരു ബൈക്ക് എടുക്കുന്ന സമയത്ത് മാക്സിമം ഒരു സീറ്റ് കവറും കൂടെ വാങ്ങിച്ചിടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പൂച്ച വിചാരിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഞരമ്പം വിചാരിച്ചാലോ സിമ്പിളായിട്ട് ഈ ഒരു സീറ്റ് കീറി മുറിക്കാനായിട്ട് പറ്റും. അതിനുള്ളൊരു ഉദാഹരണമാണ് ഈ കാണുന്നത്. ഞാൻ ടൗണിൽ കൊണ്ടുവച്ച സമയത്ത് ഏതോ ഒരുത്തൻ ബ്ലേഡ് വെച്ച് കൂറിയതാണ് ഈ കാണുന്നത്. ഇനി റൈഡിങ് പൊസിഷനെ കുറിച്ച് പറയാൻ വെച്ചാൽ എൻ്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഏകദേശം എൻ്റെ ചെസ്റ്റിൻ്റെ ആ ഒരു ലെവലിലേക്കാണ് ഈ ഒരു ബൈക്കിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിലാണ് കേട്ടോ. ഇപ്പോൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് വലിയ തരത്തിൽ ഷോൾഡറിനും നടുവിനും കൈയിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നും ഇതുകൊണ്ട് വേദന ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ബൈക്കിൻ്റെ ഹാൻഡിൽ ഏകദേശം എൻ്റെ ചെസ്റ്റിൻ്റെ ആ ഒരു ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപകാരം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് പല സാഹചര്യങ്ങളിലും നമുക്ക് വണ്ടി നിന്ന് ഓടിക്കേണ്ടതായിട്ട് വരും. പത്രത്തിൽ നിന്ന് ഓടിക്കുന്ന സമയത്ത് കണ്ടോ, എനിക്ക് വലിയ തരത്തിൽ എനിക്ക് ഫ്രണ്ടിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നേരെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഹാൻഡിലിൽ കൈയെത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ നേരെ താഴെയായിട്ടാണ് ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. വലിയ തരത്തിൽ നമുക്ക് കാലും മടക്കി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എണീറ്റ് നിൽക്കുന്ന സമയത്താണെച്ചാലും കറക്റ്റ് ആണ് നമ്മുടെ ആ ഒരു പൊസിഷൻ. നമ്മൾ സീറ്റിൽ നിന്ന് വല്ലാണ്ട് ഫ്രണ്ടിലേക്ക് കയറിയിട്ടില്ല.
വല്ലാണ്ട് പുറകിലേക്ക് ഇറങ്ങിയിട്ടില്ല. കറക്റ്റ് നമുക്ക് കാലും കാര്യങ്ങളൊക്കെ ടാങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല കംഫർട്ട് തരുന്ന ഒരു രീതിയിലുള്ള റൈഡിങ് പൊസിഷനാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി മീറ്ററിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് അയ്യ ഇത് എന്തിട്ട് മീറ്ററാന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഒരു മീറ്ററിന്റെ ലുക്കോ അല്ലെങ്കിൽ ഈ ഒരു മീറ്ററിന്റെ വലിപ്പമൊന്നും നോക്കണ്ട. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മീറ്ററാണ് റോയൽ എൻഫീൽഡിന്റെ ഈ ഒരു ഹിമാലയൻ എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം വേണ്ട ഓപ്ഷൻസിന് കൂടുതൽ ഓപ്ഷൻസും ഈ ഒരു മീറ്ററിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് സ്പീഡും അതേപോലെ തന്നെ RPM-നൊക്കെ അനലോഗ് മീറ്ററാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ചെറിയൊരു മീറ്റർ കണ്ടില്ലേ, വലുപ്പത്തിലുള്ള കാര്യം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഒരു ചെറിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളിൽ നമുക്ക് വേണ്ട എല്ലാ ഓപ്ഷൻസും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ടൈം ആണെച്ചാലും ഓഡോമീറ്റർ ആണെച്ചാലും ഗിയർ ഇൻഡിക്കേഷൻ ആണെച്ചാലും അതേപോലെ തന്നെ ടെമ്പറേച്ചർ, ട്രിപ്പ് 1 ട്രിപ്പ് 2 ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ചെറിയൊരു മീറ്ററിൽ അവർ കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തെ സൈഡിലായിട്ടാണ് നമുക്ക് ഫ്യൂൽ ഗേജ് കാണിക്കുക. ആ ഒരു ഭാഗത്തിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ തരത്തിലുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ വെറുതെ വേസ്റ്റ് ആണ് ഈ ഒരു സംഭവം. നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചാലും ചിലപ്പോൾ ഇത് എംപ്റ്റി ആയിട്ട് എടുക്കും. ഈ ഒരു റോയൽ എൻഫീൽഡിന്റെ ഹിമാലയൻ ബൈക്കുകളിൽ ഇതുവരെ അവർ പരിഹരിക്കാൻ ശ്രമിക്കാത്ത ഒരു കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ പറയുന്നില്ല. പിന്നെ ഇപ്പുറത്തായിട്ട് നമുക്ക് കോമ്പസും വന്നിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്ററിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ബൈക്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബൈക്കിന്റെ സസ്പെൻഷനാണ്. നിലവിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ട്രാവലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഈ ഒരു ബൈക്കിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ മോണോഷോക്കും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഓഫ് റോഡ് ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബൈക്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കുറഞ്ഞ സീറ്റ് ഹൈറ്റിലും അവർ അത്യാവശ്യം നല്ല പോലെ തന്നെ 220 mm ഈ ഒരു ബൈക്കിന് ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൈക്കിന്റെ സസ്പെൻഷനും അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കേരളത്തിലെ ഹംബോൾ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും വലിയ കുഴികൾ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു ഗട്ടറിൽ വിട്ടാലും നമുക്ക് വലിയ തരത്തിൽ അത് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ ടൂറർ ബൈക്കാണ്. ഒരു ടൂറർ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടാങ്ക് കപ്പാസിറ്റിയും ആ ഒരു ബൈക്കിന് വേണം. ഇപ്പം നിലവിൽ അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുതലാണ് നമ്മുടെ ഹിമാലയൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നിൽക്കുന്നത് മോജോയാണ് കേട്ടോ. മോജോയുടെ ടാങ്ക് കപ്പാസിറ്റി ഒരു രക്ഷയില്ല. അത് ഞാൻ മോജോൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് പറയാം. നിലവിൽ ഈ ഒരു ബൈക്കിന് നമുക്ക് 15 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടി പറഞ്ഞാൽ ഈ ഒരു മോഡലിന് ഏകദേശം ഒരു 28-35 ഇടയിലാണ് മൈലേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലത്തെ കുഴപ്പമില്ലാത്ത മൈലേജോട് കൂടിയിട്ടുള്ള ഒരു ബൈക്കും കൂടിയാണ് ഹിമാലയൻ. നമുക്ക് നോർമലായിട്ടുള്ള റോഡുകളെക്കാട്ടും ഇത്രയും കൂടെ ഓടിക്കാൻ കംഫർട്ട് ഇത്തരത്തിലുള്ള റോഡുകൾ തന്നെയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് എണീറ്റ് എന്നിട്ട് ഓടിക്കാം. വണ്ടിയുടെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ല. അത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഏകദേശം 191 കിലോഗ്രാമോളം ഭാരമുള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം ഈ ഒരു ഹെവി ആയിട്ടുള്ള ഭാരം ഉള്ളതുകൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വീൽ ബേസ് ഉള്ളതുകൊണ്ടും റോഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നോർമലായിട്ടുള്ള ഒരു ഹൈവേയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നല്ലൊരു സ്റ്റെബിലിറ്റി തന്നെയാണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുക. ഇനി ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയാൻ വെച്ചാൽ എനിക്ക് വളരെ മോശം അഭിപ്രായമാണ് ബ്രേക്കിങ്ങിനെ കുറിച്ചിട്ട്. അതെന്തായാലും ഈ ഒരു ബൈക്ക് നിർത്തിയിടുന്ന സമയത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വിൻസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കൂടി ഉണ്ട്. അത് ഞാൻ അഴിച്ചു വെക്കാനുള്ള ഒരു കാരണം ഞാൻ ഓടിക്കുന്ന സമയത്ത് പറയാമെന്ന്. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താ വെച്ചാൽ വൈബ്രേഷൻ ആണ്. ഈ ഒരു ബൈക്ക് 60 മേലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല തരത്തിൽ തന്നെ വൈബ്രേഷൻ ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ ഈ ഒരു സ്പീഡിൽ നല്ല തരത്തിൽ തന്നെ ഹാൻഡിലും അതേപോലെ തന്നെ ഫുഡ് ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് വിൻസ്ക്രീനും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണ്. നമ്മൾ ബൈക്ക് ഓടിക്കുന്ന സമയത്തൊക്കെ നല്ല തരത്തിലുള്ള ഒരു ഇറിറ്റേഷൻ ആണ് ആ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത്. അതാണ് ഞാൻ ആ ഒരു ഭാഗം ഊരി വെച്ചിട്ട് ഈ ഒരു സൈഡ് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇത്തിരി താത്തി ഫിറ്റ് ചെയ്തേക്കണത്. ഈ ഒരു വൈബ്രേഷൻ കാരണം തന്നെ ഈ ഒരു മിററും അത്ര യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. വലിയ തരത്തിൽ ബാക്കിലത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത് കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ BS4 ആക്കിയതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് നമുക്ക് സ്വിച്ചും കാര്യങ്ങളൊന്നും വരുന്നില്ല. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ല ശരിക്കും ഹെഡ്ലൈറ്റ് കത്താം. നമ്മൾ ചാവി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഹെഡ്ലൈറ്റ് കത്തും. അങ്ങനെ കത്തിക്കിടക്കണതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി തകരാറിലാവാനുള്ള സാധ്യതയുണ്ട്. ബാറ്ററിയുടെ ചാർജും കാര്യങ്ങളൊക്കെ ഇറങ്ങിപ്പോവും. പുതിയൊരു മോഡൽ ഇറക്കുന്ന സമയത്ത് മിനിമം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് കത്താനുള്ള ഒരു സെറ്റപ്പ് കൊണ്ടുവരാം. ഇനി എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു പോരായ്മ എന്ന് പറയുന്നത് ഈ ഒരു ബൈക്കിൻ്റെ കോൺസെപ്റ്റ് ആണ്. ഏകദേശം ഒരു 5000 കിലോമീറ്ററിന് അല്ലെങ്കിൽ ഒരു 8000 കിലോമീറ്ററിന് ഇടയിൽ ഉറപ്പായിട്ട് നിങ്ങൾ കോൺസെപ്റ്റ് സർവീസ് ചെയ്യേണ്ടതായിട്ട് വരും. സർവീസ് അല്ല, മിനിമം നിങ്ങളത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. കോൺസെപ്റ്റും ഈ ഒരു ബൈക്കിൽ നല്ല പോലെ തന്നെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി വരുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ഒരു വാല്യൂ ഫോർ മണി എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ഈ ഒരു ബൈക്ക് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു അമേസിങ് ബൈക്കിന് ഇത്രയധികം ഹേറ്റേഴ്സും ഇത്രയധികം നെഗറ്റീവ് കമൻസും കയറാനുള്ള ഒരു കാരണം നമ്മുടെ റോയൽ എൻഫീൽഡ് മാത്രമാണ്. എൻ്റെ പഴയൊരു ഹിമാലയൻ ഏകദേശം 1 വർഷത്തോളമായി തോന്നുന്നു. അതിന് മീറ്ററിൻ്റെ ഗ്ലാസ് പൊട്ടി ഞാൻ ഷോറൂമിൽ പോയി. ഇവിടെ അടുത്തുള്ള ഒരു ഷോറൂമിൽ പോയ സമയത്ത് ഏകദേശം 20 ദിവസത്തോളം ഷോറൂമിൽ വണ്ടി വെക്കണം എന്നാണ് അവർ പറഞ്ഞത്. അതായത് ലോക്കൽ ഒരു വർഷാപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 മണിക്കൂർ കൊണ്ട് തീർത്ത് തരേണ്ട ഈ ഒരു കംപ്ലൈൻറ്റ് ഏകദേശം 20 ദിവസത്തോളം ഷോറൂമിൽ വെക്കണം.
ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ എല്ലാ സർവീസ് സെൻ്ററുകളും മോശമെന്നല്ല പറയണത്, ചില സർവീസ് സെൻ്ററുകളും ചില അവിടുത്തെ മെക്കാനിക്കുമാരും. അപ്പോൾ അത്തരത്തിലുള്ള സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കുറേ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബൈക്കിന് ഇത്രയധികം നെഗറ്റീവ് കമൻസും ഇത്രയധികം ഹേറ്റേഴ്സും ശരിക്കും ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് ടാഗ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ തരത്തിലുള്ള പോരായ്മകളൊന്നും ഈ ഒരു ബൈക്കിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ബൈക്കിൽ റോയൽ എൻഫീൽഡിന് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താറുണ്ടെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് പോരായ്മകൾ ഞാൻ ജസ്റ്റ് പറയാം. അത്ര വലിയ മാർഗമായിട്ടുള്ള നെഗറ്റീവ്സും കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും വാങ്ങാൻ പോകുന്നവർക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഹിമാലയൻ ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പോരായ്മകളും കൂടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ വാങ്ങാൻ പോകുന്നവർ ജസ്റ്റ് കമൻറ്റ് ബോക്സും കൂടെ ഒന്ന് നോക്കാം. പോരായ്മകളിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു ബൈക്കിൻ്റെ ഗിയർ ബോക്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഓഫ് റോഡ് ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം അത്ര സോഫ്റ്റ് ആയിട്ടുള്ള അത്ര പക്ക ഗിയർ ബോക്സും കാര്യങ്ങളൊന്നല്ല വരാമെന്നറിയാം. പക്ഷേ ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് മറ്റുള്ള ബൈക്കുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പല സമയങ്ങളിലും വണ്ടി ന്യൂട്രലായി പോകുന്നുണ്ട്, പല സമയങ്ങളിലും നമുക്ക് വിചാരിച്ച ഗിയർ വണ്ടിയിൽ വീഴാത്ത അവസ്ഥ വരുന്നുണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 8,000-7,000 ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തരത്തിൽ തന്നെ ഗിയർ ബോക്സിൽ ഗിയറും കാര്യങ്ങളൊക്കെ ടൈറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് നല്ല തരത്തിലുള്ള തേയ്മാനം ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ള ബൈക്കുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബൈക്കിൻ്റെ ക്ലച്ചിന് നമുക്ക് ലൈഫും കാര്യങ്ങളൊക്കെ കുറവാണ്. ക്ലച്ച് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാൻ കൂടെ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3,000 മുതൽ 4,000 ഇടയിലാണ് ക്ലച്ചും കാര്യങ്ങളൊക്കെ ചിലവ് വന്നിട്ടുള്ളത്. പൊതുവെ ഈ ഒരു ബൈക്കിന് സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഒരു 1,000 മുതൽ 3,500 ഇടയിലാണ് സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സർവീസ് കോസ്റ്റിന് പുറത്ത് ഈ ഒരു ബൈക്ക് ഇത്ര കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇത്ര രൂപ ചിലവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും കൂടിയുണ്ട്. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബൈക്കിൽ ടയർ ലൈഫും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഇതിൽ ഫ്രണ്ട് ടയറിൻ്റെ കേസ് പറയാൻ ഏകദേശം നമുക്കൊരു 14,000 കിലോമീറ്റർ ഒക്കെ വരെ ലൈഫ് കിട്ടും. ഇപ്പോൾ ഫ്രണ്ട് ടയറിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട. പക്ഷേ ബാക്ക് ടയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു 6,000 മുതൽ 8,000 കിലോമീറ്ററിന് ഇടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പോരായ്മയായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സർവീസ് കോസ്റ്റിന് പുറമേ നിങ്ങൾക്ക് ഈ ഒരു 7,000 കിലോമീറ്റർ ഓടിക്കാൻ ഈ ഒരു ടയറിൻ്റെ പൈസയും കൂടെ നിങ്ങൾക്ക് ചിലവാക്കേണ്ടതായിട്ട് വരും. ഇനി പോരായ്മയെ കുറിച്ച് പറയാൻ വെച്ചാൽ നിലവിൽ നമുക്ക് ഈ ഒരു മോഡലിൽ ട്യൂബ്ലെസ് ടയേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു ബൈക്കിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ടയറല്ല ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ട്യൂബ്ലെസ് ടയേഴ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല തരത്തിൽ തന്നെ പഞ്ചർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 190 കിലോഗ്രാമോളം ഈ ഒരു ബൈക്കിൻ്റെ ഭാരം വന്നിട്ടുണ്ട്. അതായത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ പഞ്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടി തള്ളിക്കൊണ്ട് നടക്കുന്ന കാര്യം എളുപ്പമല്ല. ഇപ്പോൾ നമുക്ക് എക്സ്പൾസിലാണെച്ചാലും ബെനലിയിലാണെച്ചാലും അല്ലെങ്കിൽ വേറെ ഏത് ബ്രാൻഡ് എടുത്ത് നോക്കാച്ചാലും ഓഫ് റോഡിനും ടൂറിങ്ങിനും വേണ്ടിയിട്ട് 2 സെഗ്മെൻ്റ് ആയിട്ടാണ് മോഡൽസ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡലിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു മോഡൽ തന്നെ ഇല്ല എന്ന് പറയാം. അത്തരത്തിൽ തന്നെ ഒരു ബൈക്ക് തന്നെ ഇല്ല എന്ന് പറയാം. ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് പഞ്ചർ എന്ന് പറയുന്നത് വലിയൊരു വില്ലൻ തന്നെയാണ്. ഇനി അടുത്തതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഇതൊരു ഓയിൽ കൂൾഡ് എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു ബൈക്കാണ്. ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം ഒന്നും കൂടെ മെച്ചപ്പെടുത്താറെന്ന് തോന്നി. ഇപ്പോൾ ഈ ഒരു റേഡിയേറ്റർ എന്നൊക്കെ പറയുന്നത് ട്രാഫിക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെറും കോമഡി മാത്രമാണ്. വലിയ തരത്തിലുള്ള യൂസും കാര്യങ്ങളൊന്നും ഈ ഒരു റേഡിയേറ്ററിൻ്റെ ഭാഗത്തുനിന്നില്ല. നല്ല തരത്തിൽ തന്നെ ഹീറ്റ് ആവുന്ന ഒരു ബൈക്കും കൂടിയാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു ബൈക്കിൻ്റെ എക്സിസ്റ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ കൂടിയായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നല്ലൊരു ട്രാഫിക്കിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലത്തെ കാലിന് നല്ല തരത്തിൽ തന്നെ ചൂടടിക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിലവിൽ ഇതൊരു 190 കിലോഗ്രാമോളം ഭാരമുള്ള ഒരു വണ്ടിയാണ്. ഞാനിപ്പോൾ ഭാരത്തിനെ കുറിച്ചിട്ടല്ല പറഞ്ഞു വരുന്നത്. നിലവിൽ ഈ ഒരു ഭാരത്തിന് അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ബ്രേക്കിങ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടില്ല. നമുക്ക് ഫ്രണ്ടിൽ 300 mm ബാക്കിൽ 240 mm ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത്ര പക്ക ടൈപ്പിലുള്ള ബ്രേക്കിംഗ് ഒന്നല്ല ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറയുന്നത്. അത് എനിക്ക് ഈ ഒരു വണ്ടിയിൽ തോന്നിയ വേറൊരു പോരായ്മയാണ്. ഡിസ്കിന്റെ സൈസ് ഒന്ന് കൂട്ടിയിട്ട് വണ്ടിയുടെ ബ്രേക്കിംഗ് ഇത്തിരി കൂടെ പെർഫെക്റ്റ് ആക്കാറുന്നു എന്ന് തോന്നി. ഈ ഒരു മോഡലിൽ ABS ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ചും കൂടെ വെക്കാറുന്നു എന്ന് തോന്നി. അതും എനിക്കൊരു നെഗറ്റീവ് പോലെയാണ് ഫീൽ ചെയ്തത്. അതായത് ABS ഓഫ് ആക്കണമെങ്കിൽ നമ്മൾ ABSന്റെ ഫ്യൂസ് വരണം, അല്ലെങ്കിൽ അതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിടണം. ഒരു ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു റൈഡറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തായിട്ട് എനിക്ക് തോന്നിയ വേറൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർക്ക് അസംബ്ലി. ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ ഇടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മടങ്ങി ഉള്ളിലേക്ക് പോണ പോലെ ഫീൽ ചെയ്തു. അതായത് ഈ ഒരു ഭാഗത്തുനിന്ന് ഒടിഞ്ഞു പോണ പോലെ നിങ്ങളിപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈക്കാണിത്. ഇതിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് പുതിയ മോഡലുകളിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നിലവിൽ ഈ ഒരു ബൈക്കിനെ കുറിച്ചിട്ട് എനിക്ക് ഇത്ര ഡീറ്റെയിൽസ് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്കൊരു ഈ ഒരു പ്രൈസിൽ നഷ്ടമൊന്നും ഈ ഒരു വണ്ടീനെ പറയാൻ പറ്റില്ല. എന്തായാലും ഭാവിയിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ പരിഹരിച്ചിട്ട് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ എഞ്ചിനോട് കൂടിയിട്ടുള്ള ഹിമാലയനും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.